തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. CPIM-ഉം CPI-യും ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളെല്ലാം ബന്ധപ്പെട്ട പാർട്ടികൾ പ്രഖ്യാപിച്ചു. CPIM-ന്റെ പേരുകളെല്ലാം ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ് മാഷി AKG സെന്ററിൽ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം അവിടെ പ്രഖ്യാപിക്കും. ഇന്ന് തന്നെ പ്രസ്ഥാനം CPM നേരത്തെ സംഘടനാപരമായി തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും മണ്ഡലത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ നീക്കുപോക്കോ ഉണ്ടെങ്കിൽ അവിടെ മാത്രമാണ് ബാക്കി വരിക. ബാക്കിയെല്ലാം പൊതുവായിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് പ്രഖ്യാപിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമഘട്ടത്തിലാണെന്ന് നേതാക്കൾ അറിയിച്ചു. നാളെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചേക്കും. സമ്പൂർണ്ണ സജ്ജം. നേരത്തെ പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങൾ ധരിച്ചത്. അതനുസരിച്ച് ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കുറേയാൾക്ക് മാനിഫെസ്റ്റോ ഓരോ ദിവസം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത്. കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി പരിപാടിയോടുകൂടി കൃത്യമായ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അത് തിരഞ്ഞെടുപ്പ് ഏത് ദിവസം പ്രഖ്യാപിച്ചാലും ഞങ്ങൾ സജ്ജമാണ്. സ്ഥാനാർത്ഥി പട്ടികകൾ അന്തിമഘട്ടത്തിലാണ്. നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികകളുടെ ചർച്ചകളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി പല തട്ടുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം തീരുമാനിക്കുകയുള്ളൂ. സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഉടൻ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും പറഞ്ഞു. ജനങ്ങളുടെ പ്രതീക്ഷയല്ല, ഇത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ വിവാദ രാഷ്ട്രീയമല്ല വിട്ടൊരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണമെന്ന്, മാറ്റണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് വരും, ഇലക്ഷൻ നടക്കുന്ന മുമ്പ് വരും. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്നുണ്ട്. വിവരങ്ങളുമായി UDF ക്യാമ്പിന്റെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഇടതുമുന്നണി ക്യാമ്പിന്റെ വിവരങ്ങൾ, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് NDA ക്യാമ്പിന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ശ്രീജിത്തിലേക്ക് ആദ്യം പോകാം. ദീപക് ധർമ്മടത്തിലേക്ക് ആദ്യം പോകാം. കോഴിക്കോട്ട് നിന്ന് ദീപക്, UDF ക്യാമ്പ് എത്രത്തോളം സജ്ജമായിട്ടുണ്ട്? പ്രത്യേകിച്ച് ഈ സീറ്റ് നിർണയത്തിന്റെ കാര്യത്തിലൊക്കെ, സീറ്റുകളുടെ കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങൾ UDF ക്യാമ്പിനകത്ത് നടക്കുന്നുണ്ട്. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ള തർക്കം ഏതാണ്ട് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, പൂർണ്ണമായും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നത് എളുപ്പമായിരിക്കുമോ UDF-നെ സംബന്ധിച്ച്? ഇപ്പോൾ നേരത്തെ നേതാക്കൾ പറഞ്ഞ KC വേണുഗോപാൽ പറഞ്ഞത്, ഞങ്ങൾ സർവ്വസജ്ജമായി നിൽക്കുന്നു, ഇനി തീയതി പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെയാണ്. അത്ര എളുപ്പത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമോ? എന്താണ് UDF ക്യാമ്പിലെ ചർച്ചകൾ? ഗോപികൃഷ്ണൻ, അത്രമേൽ എളുപ്പത്തിൽ കാര്യങ്ങൾ പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് കോൺഗ്രസിൻ്റെ അകത്തള വർത്തമാനങ്ങൾ ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസും UDF-ഉം വലിയ ഒരു എഡ്ജ് കണ്ടെത്തിയത് വിസ്മയങ്ങളിലൂടെയായിരുന്നു. അത് കൊട്ടാരക്കരയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ അമ്പലപ്പുഴയിൽ G. സുധാകരനിലേക്ക് എത്തിച്ചു, ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചു. എന്നാൽ G. സുധാകരൻ ഉണ്ടാക്കിയ ഹൈപ്പിന് പെട്ടെന്ന് ചെക്ക് വെച്ചുകൊണ്ട് K. സുധാകരൻ മലബാറിൽ ഗർജിച്ചുകൊണ്ട് എത്തി എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ വലിയ തോതിൽ വിഷമവൃത്തത്തിലാക്കി, UDF-നെ പൊതുവിൽ പ്രതിസന്ധിയിലാക്കുന്നു. കാരണം K. സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ ഏതറ്റം വരെയും അദ്ദേഹം പോകും. നേരത്തെ തന്നെ BJP ചർച്ചകളെല്ലാം പുറത്തു വന്നതാണ്. മാത്രവുമല്ല, കണ്ണൂരിൽ K. സുധാകരൻ ഇല്ലെങ്കിൽ മലബാറിൽ UDF-നും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാകും. അത് K. സുധാകരൻ എന്ന ക്രൗഡ് പുള്ളൽ ലീഡർക്കുള്ള അനുയായികളുടേത് മാത്രമല്ല, മലബാറിൽ നിന്നും ഒരു പ്രമുഖ ഈഴവ കാൻഡിഡേറ്റ് UDF-ന് ഇല്ലാതെ പോകുന്നു. മുല്ലപ്പള്ളി പട്ടികയിലില്ല. സ്വാഭാവികമായും K. സുധാകരനെങ്കിലും പട്ടികയിലില്ലെങ്കിൽ തീയ വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് കിട്ടേണ്ട ആ വോട്ടിംഗ് പാറ്റേണിൽ തന്നെ വലിയ മാറ്റം വരുമെന്നുള്ള കണക്കുകൂട്ടൽ വരുന്നു. അങ്ങനെ അത് വെച്ച് ബാർഗെയിനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് തെക്കൻ കേരളത്തിൽ അടൂർ പ്രകാശ് മത്സരിക്കണമെന്ന് SNDP യോഗത്തിന്റെ പലരും പറയുന്നു. ശിവഗിരി മഠം ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യം തെക്കൻ കേരളത്തിൽ വരുമ്പോൾ വടക്കേ മലബാറിൽ ഒരു ഈഴവ പ്രമുഖൻ UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന് പരമ്പരാഗതമായി ശക്തിയുള്ള കോഴിക്കോട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഭരണത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ മലബാറിൽ നിന്നും UDF-ന് വലിയ തോതിൽ സീറ്റ് വർധനവ് വേണം. അത് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമാണ്. ഇപ്പോൾ പേരാവൂരിൽ പോലും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് LDF നടത്തിയത്. കാരണം KK ശൈലജയെ അവിടത്തേക്ക് അയക്കുന്നു. അതിൽ CPM-ൽ മുറുമുറുപ്പുണ്ടെന്ന് പറഞ്ഞാലും അക്ഷരാർത്ഥത്തിൽ പേരാവൂരിൽ ഒരു ടൈറ്റ് ഫൈറ്റ് പേരാവൂരിലെ പൊന്നാപുരം കോട്ടയിൽ സണ്ണി ജോസഫ് എന്ന KPCC പ്രസിഡന്റിന് സിറ്റിംഗ് MLA-ക്ക് നൽകുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നോക്കുമ്പോൾ UDF പട്ടികയിൽ വലിയ രീതിയിലുള്ള കൂടിയാലോചനകൾ നടക്കേണ്ട, സംഘടന ഒന്നാകെ, കോൺഗ്രസ് ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്ന്
പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അനിവാര്യതയാണ് എത്തിച്ചിരിക്കുന്നത്. അതായത് ജി സുധാകരനിൽ കിട്ടിയ വലിയ ലീഡ് കെ സുധാകരൻ ഇല്ലാതാക്കി കഴിഞ്ഞു. അത് മലബാറിൽ പ്രത്യേകിച്ച് പൊതുവിൽ കേരളത്തിൽ കോൺഗ്രസിൽ UDF-ൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പക്ഷേ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ തയ്യാറാണ്, സജ്ജമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നുമുണ്ട് ഗോപീകൃഷ്ണൻ. ശരി, ദീപക് ദർപ്പണമാണ് വിവരങ്ങൾ നൽകിയത്. UDF ക്യാമ്പിനകത്ത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം എന്നത് അത്ര എളുപ്പത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അതിനകത്ത് സീറ്റുകളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേതാക്കൾ അത് നിഷേധിക്കുമ്പോൾ തന്നെ അതിന്റെ വിശദാംശങ്ങളാണ് ദീപക് ദർപ്പണം നൽകിയത്. UDF ക്യാമ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ വിവരങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.